സ്കിന്നിനകത്ത് ഡെഡ് സ്കിൻ മാറ്റി സ്കിൻ നല്ലപോലെ തിളക്കം വെപ്പിക്കാൻ ഒരു മാജിക് പറഞ്ഞു തരാം. ചർമ്മത്തിനകത്തുണ്ടാകുന്ന ചുളിവും ടാനും മുഖത്തുണ്ടാകുന്ന പാടുകളും ഒക്കെ നമ്മളെ പലരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ്. അതൊക്കെ മാറ്റാൻ വേണ്ടി നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ചെയ്യാറുണ്ട്. വിപണിയിൽ കിട്ടുന്ന കെമിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മേടിച്ച് ചർമ്മം നശിപ്പിക്കേണ്ട ഒരാവശ്യവുമില്ല. ഈ പറയുന്ന പോലെ നമ്മുടെ അടുക്കളയിലുള്ള കാര്യങ്ങൾ വെച്ച് നിങ്ങളൊന്ന് ചെയ്തു നോക്ക്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചർമ്മത്തിൽ നിന്ന് തുടച്ചു മാറ്റി ചർമ്മം നല്ല പോലെ വെളുക്കുന്നതാണ്. എന്താണ് സംഭവം എന്നൊക്കെ ഉള്ളത് പറയാം. അതിന്റെ മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണോ എൻ്റെ ചാനൽ കാണുന്നത്, ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ 1000 നന്ദി. മുന്നോട്ടും എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ. സമയം കളയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് റംസാനിയ. എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യൻ ആണ്. അതിന് നല്ല തിളക്കം വെക്കാൻ 5 മിനിറ്റിൽ സഹായിക്കുന്ന ഒരു അടിപൊളി കാര്യമാണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. ഈ പാക്ക് ഉണ്ടാക്കി ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ചർമ്മം വെട്ടിത്തിളങ്ങുന്നതാണ്. എന്താണ് സംഭവം എന്നൊക്കെ ഉള്ളത് പറയാം. അത് ചെയ്തിട്ടുള്ള ലൈവ് ചേഞ്ചസും കാണിക്കാം. അതിലേക്ക് പോകാം. നമുക്ക് പാക്ക് തയ്യാറാക്കിയാലോ? അതിനുവേണ്ടി നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു പാത്രം ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് റോസ് പെറ്റൽ പൗഡർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ റോസ് പെറ്റൽ പൗഡർ ഇല്ല എങ്കിൽ അതിന് പകരമായിട്ട് പട്ട് റോസിൻ്റെ പൂവിൻ്റെ ഇതളുകൾ എടുത്തിട്ട് കല്ലിൽ വെച്ച് അരച്ച് എടുത്താൽ മതിയാകും. ഞാനിത് ആമസോൺ വഴി മേടിച്ചതാണ് കേട്ടോ. നമ്മുടെ ഈ റോസ് പെറ്റൽ പൗഡറിനകത്ത് വിറ്റാമിൻ സി കൂടാതെ തന്നെ ആൻറ്റി ഓക്സിഡൻറ്റിൻ്റെ ഒരു കലവറ തന്നെയാണ് നമ്മുടെ ഈ ഒരു റോസ് പെറ്റൽ പൗഡറിനകത്ത് ഉള്ളത്. പിന്നെ നമ്മുടെ റോസ് പെറ്റൽ പൗഡർ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനകത്തുണ്ടാവുന്ന ഏജിങ് ആവുന്ന ഒരു പ്രോബ്ലം ഉണ്ടല്ലോ, അതിനെയൊക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ അതിനുശേഷം നമ്മൾ എടുക്കേണ്ടത് അലവേറ ജെല്ലാണ്. 1 ടേബിൾ സ്പൂൺ എടുക്കേണ്ടത്. അലവേറ ജെല്ല് നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. പിന്നെ അതിനുശേഷം നമ്മൾ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹണിയാണ് എടുക്കേണ്ടത്. അത് 1 ടേബിൾ സ്പൂണാണ് ഹണി എടുക്കേണ്ടത്. അങ്ങനെ ഹണിയും ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. അങ്ങനെ മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പാക്ക് നിങ്ങൾക്ക് റെഗുലറായി ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. നമ്മുടെ സ്കിന്നിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു സൊല്യൂഷനാണ് ഈ ഒരു പാക്ക് എന്ന് പറയുന്നത്. നമ്മുടെ സ്കിന്നിനകത്തുണ്ടാവുന്ന റിങ്കിൾസ് ആണെങ്കിലും പിഗ്മെൻറ്റേഷൻ ആണെങ്കിലും ടാൻ ആണെങ്കിലും പെട്ടെന്ന് തന്നെ സ്കിന്നിൽ നിന്ന് ഇല്ലാതാക്കാൻ ഈ ഒരു പാക്കിൽ നിന്ന് സാധിക്കുന്നതാണ്. അങ്ങനെ നല്ല പോലെ ഞാൻ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു കാര്യം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് അരമുറി നാരങ്ങയുടെ നീരാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നാരങ്ങ നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. ഇപ്പം നാരങ്ങ എന്തെങ്കിലും സ്കിന്നിന് അലർജി ഉള്ളവരാണെങ്കിൽ അത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് വേണ്ടതാണ്. അങ്ങനെ നമ്മുടെ പാക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ കൈകളിൽ ഇട്ടിട്ടാണ് റിസൾട്ട് കാണിക്കുന്നത്. ഇതേ രീതിയിൽ തന്നെ നിങ്ങളുടെ ഫേസിലും ഇട്ട് കൊടുക്കേണ്ടതാണ്. നമ്മൾ പാക്ക് ഇട്ടതിന് ശേഷം 1 മിനിറ്റ് ഒന്ന് മസാജ് ചെയ്ത് പിടിപ്പിക്കുക. അതിനുശേഷം ഉണങ്ങാൻ വേണ്ടി നമ്മളൊരു 3 മിനിറ്റോളം വെക്കേണ്ടതാണ്. ബാക്കി വരുന്ന പാക്ക് നിങ്ങൾക്ക് പിന്നീട് ഉപയോഗിക്കാവുന്നതാണ്. ഫുൾ ബോഡിയിലും നിങ്ങൾക്ക് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അങ്ങനെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉണങ്ങാൻ വേണ്ടി നമുക്കൊരു 3 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അങ്ങ് പൊഴിഞ്ഞു പോകുന്നിടം വരെ ഫേസിൽ വെക്കാൻ പാടില്ല. അങ്ങനെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം ഒന്ന് തളിച്ച് ഒന്ന് മസാജ് ചെയ്തതിന് ശേഷം നമുക്കിത് റിമൂവ് ചെയ്യാവുന്നതാണ്. ഈ ഒരു മെത്തേഡിൽ തന്നെ നിങ്ങൾ ഫേസിലും ചെയ്യേണ്ടതാണ്. അങ്ങനെ തുടച്ചിട്ടുണ്ട്. തുടച്ചപ്പോൾ സ്കിന്നിൻ്റെ ആ ഒരു ഷെയ്ഡ് കൂടിയത് നിങ്ങൾ കണ്ടോ? നല്ലപോലെ സ്കിൻ ഷെയ്ഡ് കൂട്ടിയെടുക്കാൻ നിങ്ങൾക്ക് ഈ ഒരു പാക്കിൽ നിന്ന് സാധിക്കും. കണ്ടോ, സ്കിൻ നല്ലപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. ആ ഒരു ഇടാത്ത ഭാഗവും ഇട്ട ഭാഗവും തമ്മിലുള്ള ഒരു വ്യത്യാസവും നിങ്ങൾ കണ്ടോ? എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഒന്ന് ചെയ്തു നോക്കണേ. നല്ല മാറ്റം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പാക്ക് ഉപയോഗിച്ചിട്ടുള്ള റിസൾട്ട് ഒക്കെ കണ്ടല്ലോ. എന്താണ് സംഭവം എന്നൊക്കെ ഉള്ളത് മനസ്സിലായല്ലോ. എന്തായാലും നിങ്ങൾ ചെയ്തു നോക്കണേ. ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് വന്ന് പറയണേ കേട്ടോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വന്ന് ചോദിക്കൂ. ഞാൻ എൻ്റെ മറുപടി പറയുന്നതാണ്. ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. Bye.